ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അവൻ ഒരിക്കലും നിങ്ങളെ വിട്ടുപോകത്തില്ല, എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുറപ്പിക്കാനുള്ള ചില പ്രധാനപ്പെട്ട സയൻസ്. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. 5 സയൻസേ പറയുന്നുള്ളൂ. ഈ 5 സയൻസ് അവനിൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അവൻ ഇട്ടേച്ചു പോകത്തില്ല. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് അവൻ്റെ സുഹൃത്തുക്കൾ ഒരിക്കലും ചീറ്റ് ചെയ്യാത്ത ആളുകളായിരിക്കും എന്നുള്ളതാണ്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക? ഇപ്പോൾ അവൻ്റെ സുഹൃത്തുക്കൾ അവൻ്റെ കൂടെ ഉള്ള സമയത്ത്, ഇപ്പോൾ നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ സമയത്ത് അവർ നിങ്ങളെ ഫ്ലേർട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യാറുണ്ടോ? ഫ്ലേർട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോസിറ്റീവാണ്, അവൻ നിങ്ങളെ ഒരിക്കലും ഇട്ടേച്ച് പോവില്ല എന്ന് ഉറപ്പിക്കാം. കാരണം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ട്രൂ ആണ് എന്നുള്ളത് അവരുടെ സുഹൃത്തുക്കൾക്ക് അറിയാം. അങ്ങനെ സുഹൃത്തുക്കൾക്ക് അറിയുമെങ്കിൽ അവരൊരിക്കലും നിങ്ങളെ വീണ്ടും ഒരു സുഹൃത്തിൻ്റെ കാമുകിയെ അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ ഒരിക്കലും ഫ്ലേർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കില്ല, നിങ്ങളെ മോശമായിട്ടുള്ള രീതിയിൽ നോക്കി കാണത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അവൻ്റെ സുഹൃത്തുക്കളൊന്നും ചീറ്റ് ചെയ്യാത്ത ആളുകളാണ്, ജെന്യൂൻ ആയിട്ടുള്ള ആളുകളാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒരിക്കലും നിങ്ങളെ ഇട്ടേച്ച് പോകില്ല എന്നുള്ളത് നിങ്ങൾക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത് രഹസ്യങ്ങളൊന്നും മനസ്സിലിങ്ങനെ വെച്ചുകൊണ്ട് നടക്കില്ല എന്നുള്ളതാണ്. ഐ മീൻ, ചില ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു മിസ്റ്ററി ഫീൽ ചെയ്യും. ഇയാളുടെ സ്വഭാവം എന്താണ്, ക്യാരക്ടർ എന്താണെന്നുള്ളത് പിടുത്തം കിട്ടുകയില്ല. ആ ഒരു രീതിയിലായിരിക്കും. അങ്ങനെയുള്ള ഒരാളാണോ? അങ്ങനെ ഒരാളല്ല എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ വ്യക്തി പ്രത്യേകിച്ച് രഹസ്യങ്ങളൊന്നും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളായിരിക്കത്തില്ല. ഈ രഹസ്യങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മറച്ചു കൊണ്ട് നടക്കുന്ന കള്ളത്തരങ്ങളുള്ള ആളുകളെ എസ്പെഷ്യലി സ്ത്രീകൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അത് സ്ത്രീകളുടെ ഒരു പ്രത്യേക സ്കില്ല് തന്നെയാണ്. അപ്പോൾ നിങ്ങളടുത്ത് ജെന്യൂനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. കള്ളത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നിങ്ങൾക്ക് പിടിക്കാനും പറ്റും. അപ്പോൾ സീക്രട്ടുകളൊന്നും ഹൈഡ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി ഒരിക്കലും നിങ്ങളെ ഇട്ടേച്ചു പോകത്തില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹി ഡസൻ അവോയ്ഡ് പ്രോബ്ലംസ് എന്നുള്ളതാണ്. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, ഇനി നിങ്ങൾക്കിടയിലല്ല മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കും എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഒരു അടിപിടി ഉണ്ടായി, അല്ലെങ്കിൽ ഒരു പിണക്കം ഉണ്ടായി, അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രശ്നമല്ല, വേറെ എന്തെങ്കിലും ഫിനാൻഷ്യൽ സ്ട്രഗിളോ കാര്യങ്ങളോ വന്നു, അതിന് യാതൊരു വിധത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയും കാണിക്കുന്നില്ല എങ്കിൽ അത് ഭയങ്കര ഡേഞ്ചറാണ്. നേരെ മറിച്ച് അതല്ല, ആ പ്രോബ്ലം പെട്ടെന്ന് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള പിണക്കമാണെങ്കിൽ അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ, ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മനസ്സ്, നിങ്ങളെ കേൾക്കാനുള്ള മനസ്സ്, നിങ്ങൾ പറയുന്നത് കേൾക്കുകയും തിരിച്ചു കാര്യങ്ങൾ പറയാനും ഒക്കെ ഒരു ടൈം തരിക, നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുക, നല്ല രീതിയിൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി കാണിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് അവരാഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും കൈവിടില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. അടുത്തതായിട്ട് പറയുന്നത് ഹി റെസ്പെക്ട്സ് യുവർ ഫാമിലി എന്നുള്ളതാണ്. നിങ്ങളുടെ ഫാമിലിയെ അവർ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അവരോട് മോശമായി പെരുമാറത്തില്ല, അവരെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യും, നല്ല രീതിയിലായിരിക്കും അവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. അവരോട് ഒരു യാതൊരു തരത്തിലുള്ള ഒരു ഹെയ്റ്റോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള വെറുപ്പോ വിദ്വേഷമോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോകുന്ന സമയത്ത് മുഖം ചുളിച്ചിലോ അങ്ങനെ പരിപാടികളൊന്നും ഉണ്ടാവത്തില്ല. അവരുടെ അച്ഛനെയും അമ്മനെയും എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ ആയിരിക്കും അവരോടുള്ള ഇഷ്ടവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്ര നോക്കിയാൽ മതി. നിങ്ങൾക്ക് പ്രിയപ്പെട്ട നിങ്ങളുടെ പുരുഷന്, ആ പുരുഷന് നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും നിങ്ങളുടെ മറ്റുള്ള ഫാമിലി മെമ്പേഴ്സിനോടും എങ്ങനെയാണ്, നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവില്ല. കാരണം നിങ്ങളെ ഇട്ടേച്ച് പോകില്ല എന്നുള്ളത് അവിടെ ഉറപ്പാണ്. കാരണം അങ്ങനെ എപ്പോഴും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളെ വളരെയധികം ഇഷ്ടമായിരിക്കും. നിങ്ങളോടുള്ള ഒരു റെസ്പെക്റ്റിൻ്റെ ഭാഗമായിട്ട് കൂടിയായിരിക്കും അവർ മറ്റുള്ളവരെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഹി ഡസൻ കീപ് യു വെയിറ്റിംഗ് എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് അതിനുവേണ്ടി ഒരുപാട് സമയം എടുക്കുക. അപ്പോൾ അവർക്ക് ചെയ്തു തരാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ കൂടി
ഒരുപാട് ടൈം എടുക്കുക. അങ്ങനെ ചെയ്യത്തില്ല. അപ്പോൾ അവർക്ക് പറ്റുന്ന കാര്യമാണെങ്കിൽ പെട്ടെന്ന് ചെയ്തു തരും. ഇപ്പോൾ വൈകിട്ട് നേരത്തെ വരുമോ, നമുക്കൊന്ന് പുറത്തു പോവാം എന്ന് പറയുന്ന സമയത്താണെങ്കിൽ നേരത്തെ വരും, നിങ്ങളെ പുറത്ത് കൊണ്ടുപോകും. അങ്ങനെ നിങ്ങളുടെ ആവശ്യങ്ങളായിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് നിൽക്കുക. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് അത് ഡിലേ വരുത്താതിരിക്കുക. നിങ്ങളെ ഓരോ കാര്യങ്ങൾക്കും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യിപ്പിക്കുക. യാതൊരു വിധത്തിൽ നിങ്ങളുടെ ടൈമിന് ഒരു വിലയും തരാതിരിക്കുക. നാളെ ആവട്ടെ, മറ്റന്നാളാവട്ടെ അങ്ങനെ പറഞ്ഞിങ്ങനെ പ്രോക്രാസ്റ്റ് ചെയ്യുന്ന ആളുകളല്ല. നിങ്ങൾക്ക് നല്ല പ്രാധാന്യം നൽകുന്നുണ്ട്, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, പ്രോമിസുകളൊക്കെ കറക്റ്റായിട്ട് ചെയ്തു തരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ ഇട്ടേച്ചു പോകത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഈ 5 കാര്യങ്ങൾ ഒരു പുരുഷനിൽ ഉണ്ടെങ്കിൽ ആ പുരുഷൻ നിങ്ങളെ ഇട്ടേച്ചു പോകില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ നിങ്ങളുടെ പുരുഷൻ എങ്ങനെയാണ്, ഇട്ടേച്ചു പോവോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ സ്വയം വിലയിരുത്തുക. നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ടോ മുകളിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.